ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ അശ്വതി സ്ട്രീം വിത്ത് നിധി. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റീപോർട്ടിംഗ് വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വഴുതനങ്ങയുടെയും തക്കാളിയുടെയും തൈകൾ റീപോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ നഴ്സറിയിൽ നിന്ന് കുറച്ച് തൈകൾ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റീപോർട്ടിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമേ ഞങ്ങൾ എടുത്തിരിക്കുന്ന ചെടിച്ചട്ടിയിലാണ് നടാൻ പോകുന്നത്. ആ ചെടിച്ചട്ടി നന്നായിട്ട് വായുസഞ്ചാരം ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. അപ്പം ഡ്രെയിനേജൊക്കെ ഓക്കെ ആണെന്ന് നോക്കണം. നോക്കിയതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഈ മണ്ണ് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് നിലത്ത് പോവാണ്ടിരിക്കാനായിട്ട് അതിനകത്തോട്ട് എന്തിടണം? മെറ്റലിടാം. മെറ്റലിന് പകരം ഓടിൻ്റെ കഷ്ണങ്ങൾ ഇട്ടാലും മതി. ഇപ്പം എല്ലാവർക്കും മെറ്റലുണ്ടാവണമെന്നില്ല. ഇത് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാനിത് ഇട്ടുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ചെറിയ ലെയർ മെറ്റലിങ്ങനെ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് അതിലോട്ട് പോട്ടിംഗ് മിക്സ് ഇടുകയാണ് ചെയ്യുന്നത്. ഏതാണ്ട് ചട്ടിയുടെ 1/4 ഭാഗത്തോളം പോട്ടിംഗ് മിക്സാണ് ഞാൻ നിറയ്ക്കാൻ പോകുന്നത്. അപ്പം ഗൈസ്, നമ്മുടെ ചട്ടികളിൽ നമ്മൾ എന്താണ് പോട്ടിംഗ് മിക്സൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാത്തിലും 1/4 ഭാഗത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഡ്രെയിനേജ് പോകാനായിട്ട് ഒരു ലെയർ മെറ്റൽ പീസുകൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പോട്ടിംഗ് മിക്സ് അതിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചതായിരുന്നു, കുഞ്ഞു തൈകളായിരുന്നു. ഇതിപ്പോൾ ഇച്ചിരി പറിച്ച് നടാനുള്ള പാകമായി. അപ്പം നടാൻ പോവുകയാണ്. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്തോ ചെയ്യണം? മണ്ണ് ഇട്ട് കൊടുക്കണം. പോട്ടിംഗ് മിക്സ് ചേർത്ത മണ്ണാണ്. ഇതിൽ ഞാൻ പോട്ടിംഗ് മിക്സായിട്ട് ചേർത്തിരിക്കുന്നത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഒരു ചട്ടി. ഇതിന് ഒരു ചട്ടി നിറച്ച് ഒരു മണ്ണിന് അതേ അളവിൽ ഇത് എംസാൻഡ് പാറപ്പൊടി എടുത്തിട്ടുണ്ട്. അതേ അളവിൽ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഒരു പിടിയിലധികം എല്ലുപൊടി, ഒരു പിടിയിലധികം വേപ്പിൻ പിണ്ണാക്ക്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഒരു പിടി ഡോളോമൈറ്റ്, ഒരു പിടി എന്ന് പറയത്തില്ല, ഒരു സ്പൂൺ ഡോളോമൈറ്റ് ഉപയോഗിച്ച് ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ്. ഇതുകൊണ്ട് ഡോളോമൈറ്റ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞതാണ് കേട്ടോ. ഡോളോമൈറ്റ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തിട്ട് ഉടനെ നടുന്നതിനേക്കാളും എപ്പോഴും ബെറ്റർ എന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടെ പോട്ടിംഗ് മിക്സിനെ കുറിച്ച് പറയാം. ഈ ഒരു ചട്ടി കണക്കാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ചട്ടി മണ്ണിന് അതേ സെയിം അളവിൽ മണൽ, പിന്നീട് അതേ സെയിം അളവിൽ ചാണകപ്പൊടി, പിന്നീട് എൻ്റെ കൈക്ക് ഒരു പിടി എല്ലുപൊടി, ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ഒരു സ്പൂൺ ഡോളോമൈറ്റും ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ്. ഇതാകുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ ഓക്കെയാണ്, എൻ്റെ ചെടി ഓക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഒരു 2 ആഴ്ചത്തേക്ക് നമ്മൾ കൈവെള്ളം തളിച്ചു കൊടുത്താൽ മതി, രാവിലെയും വൈകുന്നേരവും. പിന്നീട് 2 ആഴ്ചത്തേക്ക് ഇനി വേറെ വളമൊന്നും ഇടണ്ട. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ചെടി ഉഷാറായതിന് ശേഷം വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോഴത്തേക്ക് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അശ്വതീസ് ഡ്രീം വിത്ത് നിധി. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നീട് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ആരും യാതൊരു ഉപേക്ഷയും വിചാരിക്കാതെ നമുക്കൊപ്പം കൂടെ ഉണ്ടാവണം. എന്നാലേ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പം ഗൈസ്, നമുക്ക് അടുത്ത ചെടിയും കൂടെ നടാം. ഇത് തക്കാളി ചെടിയാണ്, ഹൈബ്രിഡ് തൈയാണ്. തക്കാളി ഞാൻ അധികം ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളുടെ വീട്ടിലത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് മാക്സിമം പുറത്തുനിന്ന് മേടിക്കാണ്ട് എൻ്റെ ഒരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടുക എന്നതാണ് ഞാൻ ലക്ഷ്യമാക്കുന്നത്. കാരണം അധികം വയ്ക്കാനുള്ള സ്പേസൊന്നും ഇവിടെ ഇല്ല. ഞാനിപ്പോൾ ഇരിക്കുന്നത് ബാൽക്കണിയിലാണ്. ഇവിടെ നടുന്നതെന്ന് വെച്ചാൽ ഇവിടെ ബാൽക്കണി ഏരിയ കുറവാണ്. പക്ഷേ വെയിൽ വരുന്ന സമയത്തും മഴ വരുമ്പോഴത്തേക്ക് കുഞ്ഞു തൈകൾ ഒന്ന് നല്ല ഉഷാറാവുന്നവരെ ഈ പാരപ്പറ്റിൻ്റെ അടിയിലോട്ട് വയ്ക്കാം. മഴ നനയാതെ, അധികം മഴയൊക്കെ നനയാതെ വയ്ക്കാനൊരു സൗകര്യം ഇവിടെയുണ്ട്. അതാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ കയ്യിൽ 3 തക്കാളിയുടെ തൈകളാണുള്ളത്. ഇത് തന്നെ ധാരാളം. നന്നായിട്ട് പിടിച്ച് കിട്ടിയാൽ വളരെ വലിയ കാര്യമാണിത്. ഞാൻ പറഞ്ഞ പോലെ 3 തക്കാളീൻ്റെ തൈകളാണ് ഉണ്ടായിരുന്നത്. അത് 3 നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വഴുതനങ്ങ നടാനായിട്ട് തുടങ്ങാം. ഗ്രോ ബാഗിൻ്റെ ചുവട്ടിൽ ഡ്രെയിനേജിനായിട്ട് മണ്ണ് ഒലിച്ച് പോകാണ്ടിരിക്കാനും വെള്ളം നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഈസി ആയിട്ട് പുറത്ത് പോകാനായിട്ട് കുറച്ച് വാടിയ ഇലകളാണ്, ഉണങ്ങിയില്ല എന്നാലും നമ്മളെല്ലാം ചെടി കോതിയൻ്റെ ഒരു ഇലകളാണ് ഇടുന്നത്. അപ്പം ഗൈസ്, നമ്മൾ തക്കാളി 3 പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത്
വഴുതനങ്ങയ്ക്കും തക്കാളിക്കും വഴുതനങ്ങയൊക്കെ ഒരേ പോട്ടിംഗ് മിക്സ് തന്നെ ഉപയോഗിക്കേണ്ടത്. വഴുതനങ്ങ നടാൻ പോവുകയാണ്. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് 5 രൂപയ്ക്ക് മേടിച്ച കുഞ്ഞു തൈകളാണ്. മേടിച്ചിട്ടിപ്പോൾ 1 മാസത്തോളമായി. ഇതിങ്ങനെ ഇളകി പോരാനായിട്ട് ഗ്രോ ബാഗ്, ചെറിയ ഗ്രോ ബാഗല്ലേ, അതിൽ നിന്ന് ഇളകി പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിലൊന്ന് മുക്കി വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഈസി ആയിട്ട് ഇളകി ഇങ്ങ് പോരും. മണ്ണിട്ട് കൊടുക്കുകയാണ്. നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന തക്കാളിക്കാണെങ്കിലും വഴുതനങ്ങയ്ക്കാണെങ്കിലും മുളകിനാണെങ്കിലും ഈ ഗ്രോ ബാഗിൽ നടുന്ന എല്ലാ പ്ലാന്റ്സിനും നമ്മൾ ഒരേ പോട്ടിംഗ് മിക്സ് തന്നെ ചേർക്കുന്നത് എല്ലുപൊടി, പിന്നീട് വേപ്പിൻ പിണ്ണാക്ക് ഇത് വെച്ച്, പിന്നെ ഒരു പിടി ഡോളാമൈറ്റ് ഇട്ടിട്ട് ഗ്രോ ബാഗിൻ്റെ അകത്ത് ഒരേ അളവിലാണ്, തുല്യ അളവിലാണ് ഞാൻ മണ്ണും പിന്നീട് പാറപ്പൊടിയും ചാണകപ്പൊടിയും എടുക്കുന്നത്. ഇത് ഡോളാമൈറ്റൊക്കെ ഇട്ട ഈ ഇത് ഒരാഴ്ചയോളം ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ്, എടുത്തിട്ടതിന് ശേഷമാണ്, അല്ലാണ്ട് എടുത്ത ഉടനെ അല്ല കൊണ്ട് വയ്ക്കുന്നത്. ഒരാഴ്ചയോളം ട്രീറ്റ് ചെയ്ത മണ്ണാണിത്. എടുത്ത ഉടനെ നമ്മൾ ചെടിയൊക്കെ നടുവാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് കീടങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടാവും. ഏതാണ്ട് ഒരാഴ്ചയെങ്കിലും ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു സമയം നമ്മൾ എടുക്കണം. അപ്പം ഗായ്സ്, നമ്മൾ 3 തക്കാളീൻ്റെ തൈകളും 5 വഴുതനങ്ങേൻ്റെ തൈകളുമാണ് നടാനായിട്ടുണ്ടായിരുന്നത്. അതെല്ലാം റീപോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാത്തിനും സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രം നമ്മൾ വളം കൊടുത്താൽ മതിയാവും. കൊടുക്കാനുള്ള വളം എന്ന് പറയുന്നത് 1 പിടി എല്ലുപൊടി, 1 പിടി വേപ്പിൻ പിണ്ണാക്ക്, 1 പിടി കടലപ്പിണ്ണാക്ക്, പിന്നെ സ്വല്പം പച്ച ചാണകം, ഇവയെല്ലാം കൂടി ഒരു 5 ലിറ്റർ വെള്ളത്തിൽ ഒരുണ്ട ശർക്കര ഇട്ടിട്ട് ഒരാഴ്ചയോളം ഇട്ട് വെക്കണം. എന്നിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് അതിനകത്ത് ഒരു 10 ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് മൊത്തം 15 ലിറ്റർ ആവും. അത് ഓരോ കപ്പ് വീതം ഓരോന്നിൻ്റെയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. വളരെ നല്ല ഒരു വളമാണത്. അത് 2 ആഴ്ച കഴിഞ്ഞിട്ട് മാത്രം കൊടുത്താൽ മതിയാവും. പുതുതായിട്ട് നടുന്ന തൈകൾക്ക് വെള്ളം ഒഴിക്കേണ്ടത് എല്ലാവർക്കും അറിയാം. വെള്ളവും ഒരുപാടങ്ങ് നനച്ചൊഴിക്കരുത്, അത് ശരിയാകത്തില്ല. നമ്മളിങ്ങനെ കൈ കൊണ്ട് ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ വെള്ളം കൊടുക്കാനായിട്ട്. അപ്പം ഗൈസ്, നമ്മുടെ പ്ലാന്റ്സ് വഴുതനങ്ങയും തക്കാളിയൊക്കെ നട്ടിട്ടുണ്ട്. അടുത്ത ദിവസം മറ്റൊരു ഗാർഡൻ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്, ഗുഡ് ഈവനിങ് ടു ആൾ. സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അശ്വതീസ് ഡ്രീം വിത്ത് നിധി. ബായ്.